ഹായ് ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 47 ആണ്, 47 അധ്യായം. അവിടെ യാക്കോബും കുടുംബമായിട്ട് അവർ ഈജിപ്തിൽ സെറ്റിൽ ആകുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ഒടുവിൽ യാക്കോബിന് യോസേഫിനെ കാണുവാനിടയായി തീർന്നു. അവർ ഫറവോനെ കാണുന്നു. അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഗോശനിലോട്ട് മാറുവാനായിട്ട് ഫറവോനും അതിനുള്ളൊരു അധികാരം കൊടുക്കുകയാണ്. ഫറവോൻ അതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫറവോൻ ഏറ്റവും നല്ല സ്ഥലം, ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളൊന്നായ ഗോഷനിലേക്കാണ് അവർ മാറി താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഫറവോനും ഏറ്റവും നല്ല സ്ഥലത്തേക്ക് തന്നെ മാറി താമസിക്കാൻ പെർമിഷൻ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം യോസേഫിന്റെ സർവീസ് നോക്കുമ്പോൾ തൻ്റെ ആ രാജ്യത്തെ, തൻ്റെ ഈജിപ്തിനെ ഇല്ലായ്മയിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. അതുകൊണ്ട് തന്നെ താൻ യോസേഫിനും കുടുംബമായിട്ട് താമസിക്കുവാനായിട്ട് അവിടെ ഈജിപ്തിലേക്ക് പോകുവാനായിട്ട് ദൈവം, ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലം ഗോഷനിലേക്ക് മാറി താമസിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അവിടെ മാറി താമസിച്ചുകൊണ്ട് ഈജിപ്തിലുള്ളവർക്ക് മാത്രമല്ല, കനാനിലുള്ളവർക്കും അവർക്കെല്ലാവർക്കും ആ ഒരു ആഹാരം അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്ന രീതിയിലേക്ക് യോസേഫിനെ ഉപയോഗിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ പ്ലാൻ ശരിക്കും അതായിരുന്നു. യോസേഫിന്റെ കുടുംബത്തിനും കൂടെ രക്ഷ വരുത്തണം. യോസേഫിനെയാണ് ദൈവം, നമ്മൾ ആ പല ഡ്രീംസിനും യോസേഫാണ് കാണുന്നത്. അവരുടെ അപ്പനും സഹോദരന്മാരെല്ലാം തന്നെ വണങ്ങുന്ന ഡ്രീംസ് താൻ അവിടെ കാണുകയാണ് ചെയ്തത്. അതൊക്കെയും ഇവിടേക്ക് എത്തിയപ്പോൾ അതൊക്കെയും ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ യോസേഫിന് ഒരുപാട് സമയം തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. തനിക്ക് ദൈവം കൊടുത്ത സ്വപ്നം ഫുൾഫിൽ ആകാൻ ഒരുപാട് നാൾ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ ദൈവം അത് ഫുൾഫിൽ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ ഗോഷനിലേക്ക് മാറുന്നു. മാത്രമല്ല ഫറവോനെയും കൂടെ യാക്കോബ് ബ്ലെസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫറവോനെ യാക്കോബ് അനുഗ്രഹിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഫറവോന്റെ നല്ല മനസ്സിനായിട്ടും ഒക്കെയും അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെയും ഈജിപ്റ്റ് പിന്നെയും ക്ഷാമത്താൽ പിന്നെയും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ യോസേഫ് പിന്നെയും ഓരോ കാര്യങ്ങളും ചെയ്ത് അവരെ നിലനിർത്തുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ദൈവം തന്നെ സഹായിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം യോസേഫിനെ യൂസ് ചെയ്തു. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു യോസേഫിന്റെ ജീവിതത്തിൽ. അത് ദൈവം ഫുൾഫിൽ ചെയ്തു. തൻ്റെ അതുപോലെ യാക്കോബും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല യോസേഫിനെ കാണുമെന്നുള്ളത്. പക്ഷെ യാക്കോബിന് ദൈവം ഒരു പ്രോമിസ് കൊടുത്തതാണ്. നിന്റെ പ്രായം ആയി കഴിയുമ്പോൾ നിന്റെ കണ്ണടയ്ക്കുന്നത് യോസേഫ് ആയിരിക്കുമെന്നുള്ള ഒരു പ്രോമിസും കൂടെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ദൈവം യാക്കോബിനെ പ്രോമിസ് കൊടുക്കണം. എന്നുവെച്ചാൽ താൻ മരിക്കുന്ന സമയം വരെയും യോസേഫ് യാക്കോബിനെ കെയർ ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ ദൈവം ഒരാളുടെ പ്രോമിസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ യാക്കോബ് യോസേഫിനോട് ആ കാര്യം പറയാണ്, എനിക്ക് മരിക്കുമ്പോൾ എനിക്ക് ഈജിപ്തിൽ എന്നെ അടക്കരുത്, എന്നെ കനാൻ ദേശത്തേക്ക് വാഗ്ദത്ത ദേശമായിട്ട് ദൈവം തന്ന സ്ഥലത്തിൽ തന്നെ എന്നെ അടക്കണം എന്നുള്ളൊരു കാര്യം യാക്കോബ് യോസേഫിനോട് ആവശ്യപ്പെടുന്നു. അത് യോസേഫ് സമ്മതിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ചിന്തകൾ അത് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തിന് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ അതിനായിട്ട് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രമാണ്.